സുഹൃത്തെ, ഞാൻ ജസ്സിൽ മാസ്റ്റർ സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള PSCയിൽ സഹകരണ വകുപ്പിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടത്, അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ, എക്സാമിനേഷൻ എങ്ങനെയാണ്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഓക്കെ, നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കാറ്റഗറി നമ്പർ 686/2023 പോസ്റ്റിലാണ് ഇപ്പോൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി കേരള PSC അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. സഹകരണ വകുപ്പാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ളതാണ് പോസ്റ്റിൻ്റെ പേര്. ശമ്പളം വരുന്നത് 26,500 രൂപ മുതൽ 60,700 രൂപ വരെയാണ്. നല്ല സാലറി ഉണ്ട്. 2 ഒഴിവാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷമാണ് വരുന്നത്. അത് 3 വർഷം വരെ റാങ്ക് ലിസ്റ്റ് പോകാം. അതിൻ്റെ ഇടയിൽ വരുന്ന ഒഴിവുകളൊക്കെ ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും നികത്തുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ 2 ഒഴിവുകൾ എന്നുള്ളത് പരിഗണിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അടുക്ക് വരുന്ന ഒഴിവുകളൊക്കെ ഇതിൽ നിന്നായിരിക്കും പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടവർ അപ്ലൈ ചെയ്യുക, യോഗ്യത ഉള്ളവർ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുക. നിയമന രീതി എന്ന് വെച്ചാൽ നേരിട്ടുള്ള നിയമനമാണ്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2/1/1987 1/1/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC/STക്കാർക്ക് 5 വർഷത്തെയും OBCക്കാർക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവും ലഭിക്കും. പിന്നീട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയാണ്. UGC അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നുള്ള ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ നേടിയ ബിരുദമാണ് വേണ്ടത്. അതായത് ഡിഗ്രി വേണം. പിന്നീട് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും നേടിയിട്ടുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു യോഗ്യത ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിലേക്ക് അപേക്ഷ എങ്ങനെ സമർപ്പിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റാണ് www.keralapsc.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പോവുക. നിങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ യൂസർ ID യും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനിൽ പോയാൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഈ മാസം 31-ാം തീയതി രാത്രി 12 മണി വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രത്തോളം കാര്യങ്ങളാണ് നോക്കാറുള്ളത്. ഇനി നിങ്ങളിതുവരെ കേരള PSCയിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള സെയിം വെബ്സൈറ്റിൽ തന്നെ പോവുക. www.keralapsc.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പോവുക. അത് പേജ് ഓപ്പണായി വന്നാൽ തന്നെ നിങ്ങൾക്ക് അതിൽ 1 ടൈം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ പേഴ്സണൽ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസുകൾ, നിങ്ങളെ ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ കൊടുത്തിട്ട് നിങ്ങൾ ആധാർ കാർഡൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സൗജന്യമായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ.